ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ വികസന പ്രവർത്തനോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നേരിട്ട് പങ്കെടുക്കാമെന്ന് നിശ്ചയിച്ച പരിപാടിയായിരുന്നു. എന്നാൽ അവിചാരിതമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഓൺലൈനായി പരിപാടിയുടെ ഭാഗമാകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുക. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ഒറ്റപ്പാലം ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. പാലക്കാട് പൊന്നാനി റോഡിലെ കിഴക്കേത്തൊട്ട് പാലം മുതൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് വരെയാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. അരുകുചാൽ നിർമ്മാണം, ഇന്റർലോക്ക്, ടൈൽ വിരിച്ച് വീതി കൂട്ടൽ, കാൽനട യാത്രക്കാർക്ക് വേണ്ടി നടപ്പാതയും ഹാൻഡ് റെയിലും എന്നിങ്ങനെ ഒറ്റപ്പാലം ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്ന നവീകരണ പ്രവൃത്തിയാണ് നടപ്പിലാക്കുന്നത്. ഈ പ്രവൃത്തി നടപ്പിലാക്കുവാൻ മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റപ്പാലം മുനിസിപ്പൽ ടൗൺ 2 കോടി രൂപ 25-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത്. ഒറ്റപ്പാലം നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേരെ സാക്ഷിയാക്കിയാണ് നിർമ്മാണോദ്ഘാടനം നടന്നത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.